ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയോ? ഒരത്ഭുതത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ചെറിയ അനുഗ്രഹങ്ങൾ നാം കാണാതെ ശ്രദ്ധിക്കപ്പെടാതെ പോയോ? നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ, ലഭിക്കുന്ന കാര്യങ്ങളിൽ അത് സാധാരണമെന്ന് തോന്നുമ്പോൾ, അതൊരു ചെറിയ കാര്യമായി നാം മനസ്സിലാക്കുമ്പോൾ, വിലമതിക്കാനാവാത്ത ദൈവപ്രവൃത്തി കാണുന്നതിൽ നിന്നും അത് നമ്മെ തടയുകയാണ്. വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തൻ താൻ്റെ വടി നിലത്തിട്ടു. അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു. അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ മോശയും അഹരോനും ഫറവോന്റെ മുമ്പാകെ നിന്നപ്പോൾ വടി സർപ്പമായ അത്ഭുതം മിസ്രൈമ്യ മന്ത്രവാദികളും ഉടനടി അത് അനുകരിച്ചു. ഫറവോന് ഇതിൽ പ്രത്യേകിച്ചൊരു കാര്യവും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അഹരോന്റെ വടി മറ്റു വടികളെ വിഴുങ്ങിക്കളഞ്ഞു എന്ന കാര്യം ഒരു സാധാരണ കാര്യമായി മാത്രമേ ഫറവോൻ കണ്ടുള്ളൂ. അതൊരു ദൈവപ്രവൃത്തിയായി ഫറവോൻ അതിനെ ശ്രദ്ധിച്ചില്ല. തൻ്റെ ഹൃദയം കഠിനമായി. മിസ്രൈമ്യ മന്ത്രവാദികളുടെ വടിയെ അഹരോന്റെ വടി വിഴുങ്ങിക്കളഞ്ഞത് അവിടെ ദൈവത്തിൻ്റെ ശക്തി വളരെ വ്യക്തമായിരുന്നു. എന്നാൽ ഫറവോൻ പ്രതീക്ഷിച്ചതുപോലെ രീതിയിൽ അത് തനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. അതുകൊണ്ട് അവൻ അവരെ ശ്രദ്ധിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും ഇതേ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നുകൂടുവാൻ സാധ്യതയുണ്ട്. അതായത് ചിലപ്പോൾ ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു അത്ഭുതം സംഭവിക്കുമ്പോൾ, നാടകീയമായ ചില ഉത്തരങ്ങൾ ലഭിക്കുമ്പോൾ, പെട്ടെന്ന് ചില നീക്കുപോക്കുകൾ ലഭിക്കുമ്പോൾ, ഇത്തരം സന്ദർഭങ്ങളിൽ ദൃശ്യമായ ചില ചെറിയ അനുഗ്രഹങ്ങൾ നാം ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ നമ്മുടെ വിചാരം ഈ അത്ഭുതത്തിൽ നാം പ്രതീക്ഷിച്ച പോലെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെ നാം അവഗണിക്കുകയാണ്. ഉദാഹരണത്തിന്, നാം ശ്വസിക്കുന്ന വായു, നമുക്ക് ജോലി ചെയ്യുവാനുള്ള ആരോഗ്യം, കഴിക്കുന്ന ആഹാരം, ആപത്തിൽ നിന്നുള്ള സംരക്ഷണം, പ്രതിസന്ധികളിൽ നിന്നുള്ള നീക്കുപോക്കുകൾ, ഇവയൊക്കെ നിസാരമായി നാം ശ്രദ്ധിക്കപ്പെടാതെ പോകുകയാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ മോശെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ മറക്കരുത് എന്ന്. നിങ്ങൾ തൃപ്തരാകുമ്പോൾ ദൈവത്തെ മറക്കരുത് എന്ന്. ഇവിടെ സമൃദ്ധിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു അപകടമുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിസ്സാരമായ കാര്യമാണ് എന്ന് തോന്നുമ്പോൾ, എൻ്റെ ശക്തി കൊണ്ടാണ്, എൻ്റെ കഴിവുകൊണ്ടാണ് ഈ സമ്പത്ത് ഞാൻ ഉണ്ടാക്കിയത് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വളരുവാൻ സാധ്യതയുണ്ട്. ഇത് നമ്മെ ക്രമേണ സെൽഫ് ഡിപ്പെൻഡൻസ്, സ്വയ ആശ്രയത്വത്തിലേക്ക് തിരിച്ചുവിടുകയാണ്. ദൈവമാണ് എന്നെ സഹായിച്ചത് എന്നുള്ള നന്ദിയുള്ള ഹൃദയം നമ്മിൽ ഇല്ലാതെ പോവുകയാണ്. ഇത് നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ അഹന്ത വളരുവാൻ കാരണമാകുന്നു. വളരെ അത്ഭുതകരമായ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട നിമിഷത്തിൽ മാത്രമല്ല, അനുദിന ആവശ്യങ്ങളിലും ദൈവ സാന്നിധ്യം ഇസ്രായേൽ മക്കൾ അനുഭവിച്ചു. ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ നാം ചെറുതായി കാണുമ്പോൾ മനുഷ്യൻ സ്വയാശ്രയത്വത്തിൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. ദൈവപ്രവൃത്തിയോടുള്ള സെൻസിറ്റിവിറ്റി, അതായത് സംവേദനക്ഷമത അവർക്ക് നഷ്ടപ്പെടുന്നു. വളരെ ബാലിശ്യമായ വിശ്വാസം ഉപഹർഷതാബോധത്തെ മാറ്റി സ്ഥാപിക്കപ്പെടുകയാണ്. ദൈവം തനിക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യണം എന്ന് ഫറവോൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ ദൈവം ചെയ്ത ചെറിയ കാര്യങ്ങളെ ഒരിക്കലും മറക്കരുത്. ഇത് രണ്ടും ദൈവം തന്നെയാണ് നമുക്ക് നൽകുന്നത്. സാധാരണ വിഷയങ്ങളിലും ദൈവപ്രവൃത്തി തിരിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ. ഒരു വലിയ അത്ഭുതം നടക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കരുത്. അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും പ്രതികൂലത്തെ അതിജീവിക്കുവാൻ വേണ്ട ദൈവകൃപയും ഭാവിയിൽ ദൈവത്തിൻ്റെ കരുതൽ കാണുവാനുമൊക്കെ നമുക്ക് ഇടയാകണം. ചില നാടകീയ രംഗങ്ങളിൽ മാത്രമല്ല നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടത്. നമ്മുടെ ഹൃദയം നന്ദിയോടെ ദൈവസന്നിധിയിൽ അനുദിനം കൃപയ്ക്കായി പകരുമ്പോഴും ദൈവത്തെ സ്തുതിക്കുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ്.
നമ്മുടെ ഹൃദയം ദൈവത്തോട് ആർദ്രതയുള്ളതായി തുടരട്ടെ. നമ്മൾ ശ്രദ്ധിക്കാൻ മറന്നുപോയ ചില ചെറിയ അനുഗ്രഹങ്ങളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ. ചെറിയ കാര്യങ്ങളിലുള്ള ദൈവപ്രവൃത്തിയെ നാം അവഗണിക്കുകയാണോ? നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ, ലഭിക്കുന്ന കാര്യങ്ങളിൽ അത് സാധാരണമെന്ന് തോന്നുമ്പോൾ, അതൊരു ചെറിയ കാര്യമായി നാം മനസ്സിലാക്കുമ്പോൾ, വിലമതിക്കാനാവാത്ത ദൈവപ്രവൃത്തി കാണുന്നതിൽ നിന്നും അത് നമ്മെ തടയുകയാണ്. സുഹൃത്തെ, അനുദിന ജീവിതത്തിൽ സാധാരണ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക. ഒരനുഗ്രഹിക്കപ്പെട്ട മാസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.